കഴിഞ്ഞ 1,00,000 വർഷത്തിൽ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2023 എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വ്യാവസായിക വിപ്ലവം നടക്കുന്നതിന് മുൻപുള്ള കാലത്തേക്കാൾ കൂടിയ ചൂടാണ് കഴിഞ്ഞ 12 മാസങ്ങളിൽ രേഖപ്പെടുത്തിയത്. ഇത് മനുഷ്യവർഗത്തിനുള്ള മുന്നറിയിപ്പാണെന്ന് യൂറോപ്പ് ക്ലൈമറ്റ് മോണിറ്റർ അറിയിക്കുന്നു. വരൾച്ചയും പൊടിക്കാറ്റുകളും കാട്ടുതീയും ഒക്കെ ഈ അടുത്ത കാലത്ത് അധികരിച്ചു വരികയാണ്. ഇതൊക്കെ 2023 ചൂടേറിയതാക്കിയിട്ടുണ്ട്. ഈ ചൂട് 2024 വ്യാപിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിലെ ആകെ അളവുകോലിനേക്കാൾ അധിക ചൂട് 2023 ഫെബ്രുവരി മുതൽ 2024 ജനുവരി വരെയുള്ള സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ ആമസോൺ നദീതടത്തിലുണ്ടായ കടുത്ത വരൾച്ചയും തെക്കൻ യൂറോപ്പിലെ വിവിധയിടങ്ങളിലുണ്ടായ രൂക്ഷമായ മഞ്ഞുകാലവും കാലിഫോർണിയയിലെ റെക്കോർഡ് മഴയും തെക്കൻ അമേരിക്കയിലെ കാട്ടുതീയിൻ്റെയും ഒക്കെ കാരണം ഇതുതന്നെ. താപതരംഗം, വെള്ളപ്പൊക്കം, വരൾച്ച, പൊടിക്കാറ്റ്, ജലദൗർലഭ്യം തുടങ്ങി ഇത് തുടർന്നാൽ ഒരു സമൂഹം എന്ന നിലയിൽ മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പല പ്രതിസന്ധികളും ഉണ്ടാവുമെന്ന് ജർമ്മനിയിലെ പോസ്റ്റ്ഡാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ഇമ്പാക്ട് റിസർച്ചിലെ ശാസ്ത്രജ്ഞൻ ജോഹാൻ റോക്ക്സ്റ്റോം പറയുന്നു. ഇതാണ് 2023 നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് നീങ്ങുന്നത്. അതൊരു മുന്നറിയിപ്പാണ്. എൽനിനോ പ്രതിഭാസം അവസാനിക്കുമ്പോൾ ചൂട് കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ പസഫിക് സമുദ്രോപരിതലത്തെ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഇത് ആഗോളതലത്തിൽ ചൂട് വർദ്ധിപ്പിക്കും. ഫോസിൽ ഫ്യൂവൽ അഥവാ ഖനിജ ഇന്ധനം കത്തുന്നതാണ് പ്രധാനമായും ലോകത്ത് ചൂട് കൂടാനുള്ള കാരണം. സമീപകാലത്ത് ഇത് വളരെ അധികരിച്ചിട്ടുണ്ട്. ഈ പതിറ്റാണ്ടിൽ ഇത് പകുതിയോളമായി കുറയണമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 2030കളുടെ തുടക്കത്തിൽ കൂടുതൽ അപകടകരമായ കാലാവസ്ഥയാവുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. ഏഷ്യയിലെ വിവിധയിടങ്ങളിലും കാനഡയിലും തെക്കൻ യൂറോപ്പിലും ഈ വർഷാരംഭത്തിൽ താപനില ശരാശരിക്ക് മുകളിലായിരുന്നു. വടക്കൻ യൂറോപ്പിലും അമേരിക്കയുടെ മധ്യഭാഗങ്ങളിലും താപനില താഴ്ന്നു നിന്നു. അനിയന്ത്രിതമായ ചൂട് കാരണം ചിലിയിലെ വാൽപരസോയിൽ ഈ മാസമുണ്ടായ തീപിടുത്തത്തിൽ 130 പേരാണ് വെന്തു മരിച്ചത്. സമുദ്രോപരിതലത്തിന്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂഗോളത്തിന്റെ 70% സമുദ്രമാണ് അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കപ്പെടുന്ന ചൂട് ആഗിരണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൂമി വാസയോഗ്യമായി നിലനിൽക്കുന്നതും. പുറപ്പെടുവിക്കപ്പെടുന്ന ചൂട് വർദ്ധിക്കുന്നതിനാൽ സമുദ്രങ്ങൾ ആഗിരണം ചെയ്യുന്ന ചൂടും വർദ്ധിക്കുന്നു. ചൂടൻ സമുദ്രങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പമുണ്ടാക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു.